അസ്സലാമു അലൈക്കും. ഖുർആൻ നമുക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗദർശനാണ്. ഭൂമിയിൽ നമ്മൾ തെറ്റുകളൊന്നും ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ യഥാർത്ഥ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കിയാലേ നമുക്കതിന് കഴിയുള്ളൂ. അപ്പോൾ അതാണ് മാർഗ്ഗദർശനം എന്ന് പറയുന്നത്. എന്നാൽ അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കാം. അധ്യായം 13 സൂറ അൽ റഹദിലെ 1, 2, 3, 4 സൂക്തങ്ങൾ പറയുന്നത്. വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ എത്രയാവാ എന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് നിനക്ക് അവതരിക്കപ്പെട്ടിട്ടുള്ളത് സത്യമാകുന്നു. അല്ലാഹു ആകുന്നു നിങ്ങൾക്ക് കാണാവുന്ന അവലംബങ്ങൾ കൂടാതെ ആകാശങ്ങൾ ഉയർത്തി നിർത്തിയവൻ. പിന്നെ അവൻ സിംഹസ്ഥനാവുകയും ചെയ്തു. സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എല്ലാം ഒരു നിശ്ചിത അവധി വരെ സഞ്ചരിക്കുന്നു. അവൻ കാര്യം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടുന്നതിനെ പറ്റി നിങ്ങൾ ദൃഢബോധമുള്ളവരായിരിക്കുന്നതിന് വേണ്ടി അവൻ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരുന്നു. ദൃഢബോധമുള്ളവരാവാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആനിലെ പല സത്യങ്ങളും പല കാര്യങ്ങളും നമുക്ക് സൃഷ്ടാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി നമുക്കത് വിവരിച്ചു തരുന്നത്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ തന്നെ നമുക്ക് ആ ബോധം ഉണ്ടാവുള്ളൂ. അങ്ങനെ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട എല്ലാ രഹസ്യങ്ങളും വിശുദ്ധ ഖുർആന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നൊരു അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൃഷ്ടാവ് എല്ലാത്തിനെയും വലയം ചെയ്യുന്നുണ്ടെന്നും എല്ലാത്തിനെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അവരാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നും അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കി തന്നത് എന്ന്. എന്നാൽ നമ്മൾ ആ രീതിയിലായിരുന്നില്ല നമ്മൾ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. സൃഷ്ടാവിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് എന്താ, നിങ്ങൾ ദൃഢബോധമുള്ളവരായിരിക്കുന്നതിന് വേണ്ടി അവൻ ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നു എന്ന്. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ തന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കാനാണ്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കുമ്പോഴാണ് സൃഷ്ടാവ് നമ്മളെ കാണുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്, അറിയുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നത്, നമ്മളെ പ്രവൃത്തിയൊക്കെ സൃഷ്ടാവ് നോട്ട് ചെയ്യുന്നുണ്ട്, ഇത് നമുക്ക് മുന്നിൽ നാളെ വെളിപ്പെടുത്തുന്നുള്ള ആ ഒരു ബോധം നമുക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തെറ്റിൽ നിന്ന് ഭയക്കും. അത് സ്വാഭാവികമായിട്ടും നമ്മളെ മൈൻഡ് ആ ലെവലിലേക്ക് വരും. കാരണം നമുക്കൊരു പേടി ഉള്ളിൽ വരും. തീർച്ചയായും എൻ്റെ സൃഷ്ടാവ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ബോധമുള്ള ഒരാളും ഒരിക്കലും ഒരു തെറ്റിലേക്കും പോവില്ല. കാരണം അവർക്കൊരു ഭയം ഉണ്ടാവും. നാളെ നരകമുണ്ട് എന്നുള്ള ഒരാൾ ഒരിക്കലും ആത്മഹത്യ ഈ ഭൂമിയിൽ ചെയ്യൂല. കാരണം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ സൃഷ്ടാവിൻ്റെ അടുത്ത് പോവും, അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടും എന്നുള്ള ഒരാളും അത് ചെയ്യില്ല. അപ്പൊ അറിവില്ലായ്മയാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത്. അവനാണ് ഭൂമിയെ വിശാലമാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളും നദികളും ഉണ്ടാക്കുകയും ചെയ്തവൻ. എല്ലാ ഫലവർഗ്ഗങ്ങളിൽ നിന്നും അവൻ അതിൽ ഈ 2 ഇണകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അവൻ രാത്രി കൊണ്ട് പകലിനെ മൂടുന്നു. തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. പകലും രാത്രിയൊക്കെ എന്താ, കർത്താവിന്റെ കൈകളുടെ അംശത്തിന്റെ പ്രവർത്തികളാണ്. അപ്പൊ അതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. കർത്താവ് വ്യക്തമായിട്ടും പറയുന്നുണ്ട്, എന്നാൽ തെളിവ് സഹിതം പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടും സൃഷ്ടാവ് പറയുന്നുണ്ട്.